കഴിഞ്ഞ 58 വർഷക്കാലമായി കേന്ദ്ര സിവിൽ സർവീസിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു വിലക്കുണ്ട്. ആ വിലക്ക് മറ്റൊന്നുമല്ല, സിവിൽ സർവീസിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് RSSലോ ജമാഅത്ത് ഇസ്ലാമിയിലോ അംഗത്വമെടുക്കാൻ കഴിയില്ല. എന്നാൽ 1966 മുതൽ നമ്മുടെ രാജ്യത്ത് നടപ്പിൽ വരുത്തിയിട്ടുള്ള ആ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് 58 വർഷക്കാലത്തിന് ശേഷം മൂന്നാമതും അധികാരത്തിൽ വന്നിട്ടുള്ള ഈ ഗവൺമെന്റ് കേന്ദ്ര സിവിൽ സർവീസിലെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് RSSൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം നൽകിയിരിക്കുന്നു. നമുക്കറിയാം, RSS ഇന്ത്യയിൽ നിരവധി തവണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള സംഘടനയാണ്. നിരവധി തവണ 1948 നിരോധനം ഏർപ്പെടുത്തത് നമ്മുടെ മഹാത്മാവിനെ വെടിവെച്ചു കൊന്നതിന്റെ പേരിലാണ്. നിങ്ങൾ നോക്കൂ, അന്ന് ആ നിരോധനം ഏർപ്പെടുത്തിയപ്പോ ആരായിരുന്നു ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി? ഇപ്പോ 3000 കോടി രൂപ ചെലവിട്ട് ഒരു പ്രതിമ നിർമ്മിച്ചിട്ടുണ്ടല്ലോ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ. മോദിയുടെ ഗവൺമെന്റാണ് കഴിഞ്ഞ ടേമിൽ ആ പ്രതിമ നിർമ്മിച്ചത്. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് RSSന് ആദ്യമായി നിരോധിക്കുന്നത്. 1975 നിരോധനം ഏർപ്പെടുത്തപ്പെട്ട ഒരു സംഘടനയാണ് RSS. 1993 നിരോധനം ഏർപ്പെടുത്തപ്പെട്ട ഒരു സംഘടനയാണ് RSS, ബാബറി മസ്ജിദ് പൊളിച്ചതിന്റെ പേരിൽ. അങ്ങനെ രാജ്യത്ത് നമ്മുടെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നതിന്റെ പേരിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി നിരോധനം ഏർപ്പെടുത്തപ്പെട്ട ഒരു സംഘടനയിൽ അംഗത്വമെടുക്കാൻ കേന്ദ്ര സിവിൽ സർവീസിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി തടസ്സമില്ല എന്ന 1966 ഉത്തരവ് ഗവൺമെന്റ് ഇപ്പോ ഭേദഗതി ചെയ്തിരിക്കുകയാണ്. 1966 നിയമത്തിൽ പറയുന്നത് സിവിൽ സർവീസിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നതിനോ അല്ലെങ്കിൽ അതിന് സഹായകമാകുന്ന ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ അംഗത്വം എടുക്കുന്നതിനോ കഴിയില്ല എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ഇന്നിപ്പോ സിവിൽ സർവീസിനുള്ളിലേക്ക് കാവ്യവൽക്കരണം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇനിയിപ്പോ സർക്കാർ സർവീസിന്റെ ഉള്ളില്, കേന്ദ്ര സർവീസിനുള്ളിൽ RSSന്റെ ശാഖകൾ അടക്കം പ്രവർത്തിക്കണം. ആ രീതിയിലേക്ക് എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി, അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി, മാധ്യമങ്ങളെ വിലക്കെടുത്ത്, പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ പോലും നിശബ്ദരാക്കി രാജ്യത്ത് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള രാജ്യത്ത് ഒരു ഫാസിസ്റ്റ് ഭരണം, ഒരു കേന്ദ്രീകൃത ഭരണത്തിലേക്ക്, ഒരു ഏകശിലാ രൂപത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ട നടപടിയിലേക്ക് ഗവൺമെന്റ് പോകുന്നത്, അതിന് സഹായകരമാകുന്ന ഒരു നിലപാടിലേക്കാണ് ഗവൺമെന്റ് പോയിട്ടുള്ളത്. ഇപ്പോ ഈ ഭരണം തുടർച്ച വന്നതിന് ശേഷമാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് ബാബറി മസ്ജിദ് പൊളിച്ചത് കർസേവകരാണ് എന്നുള്ള പാഠഭാഗം എടുത്തു മാറ്റുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി. അതിന്റെ ഭാഗമായി സിവിൽ സർവീസിനുള്ളിൽ കാവ്യവൽക്കരണവും വാണിജ്യവൽക്കരണവും നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വളരെ വേഗത്തിൽ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. നോക്കൂ, ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളിൽ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും സമത്വത്തെയും ജനാധിപത്യത്തെയും സോഷ്യലിസത്തെയും ശാസ്ത്രത്തെ സംബന്ധിച്ചെല്ലാം ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏത് പാഠപുസ്തകങ്ങൾ നമ്മളൊക്കെ പഠിച്ചു വന്നതാണല്ലോ. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇനി മുതൽ ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളിൽ സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഒന്നും യുക്തിചിന്തയും ഒന്നും പഠിക്കേണ്ടതില്ല. മറിച്ച് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാമൂഹ്യ വിരുദ്ധതയുടെ പ്രചരണ കേന്ദ്രങ്ങളായി മാറണം എന്നുള്ള രീതിയിലേക്കുള്ള ചിന്താഗതിയുടെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്ക് ഗവൺമെന്റ് പോയിരിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയും. ഒരു രാജ്യം ഒരു പരീക്ഷ എന്ന പേരിലാണ് ഈ ഗവൺമെന്റ് 2017 നീറ്റ് നെറ്റ് എക്സാമുകൾ നടത്തുന്നതിന് വേണ്ടി NTA ഏൽപ്പിക്കുന്നത്. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 70 പരീക്ഷകൾ NTA നടത്തി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 70ഉം ചോർന്നു പരീക്ഷാ പേപ്പർ. നമ്മുടെ മക്കളൊക്കെ
പാലായിലും എറണാകുളത്തും തൃശൂരും അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ നമ്മളെല്ലാം വലിയ പണം മുടക്കി വിദ്യാർത്ഥികളെ എൻട്രൻസ് കോച്ചിങ്ങിന് അയക്കുകയാണ്. നീറ്റ് പരീക്ഷയിൽ ഒരു റാങ്ക് കിട്ടി, മെച്ചപ്പെട്ട റാങ്ക് കിട്ടി, MBBS അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ രീതിയിലേക്കുള്ള ഏതെങ്കിലും കോഴ്സുകളോ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം. എന്നാൽ ഗുജറാത്തില് +2 തോറ്റ ആളുകള്, ബീഹാറില് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ പരീക്ഷ എഴുതുന്ന ആളുകളൊക്കെ തന്നെ നീറ്റ് പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടുകയാണ്, മുഴുവൻ മാർക്കുകളും നേടുകയാണ്. സിവിൽ സർവീസിനുള്ളിൽ സംഖ്യവൽക്കരണം, കാവ്യവൽക്കരണം കൊണ്ടുവരുന്നതിന് വേണ്ട നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ ശ്രമം. ഈ ഗവൺമെന്റ് സിവിൽ സർവീസിനെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. സിവിൽ സർവീസിനെ പരിമിതപ്പെടുത്തുന്നതിലൂടെ, വകുപ്പുകളുടെ സേവനം ഇല്ലാതാക്കുന്നതിലൂടെ ഈ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട സേവനം ഇല്ലാതാക്കുക എന്നുള്ളതാണ്.